നമ്മുടെ ഡിസ്പ്ലേയുടെ 13ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വന്നേ തന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ ഇന്നലെ ഒരു മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എലക്ട്രിക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മോബ് ഫാം വേണം, മീൻസ് ഗൺ പൗഡർ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്കൊരു പേപ്പറും കൂടി വേണം. പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ നമുക്ക് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇത് ഷുഗർ കെയിൻ ഫാർം ചെയ്യാൻ പോവാണ് ഗൈസ്. സോ നമുക്ക് നേരെ ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ ആ പണിയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എപ്പോഴത്തെ നമ്മുടെ ബ്ലാക്ക് ഷെൽക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ റീസോഴ്സ് ഗ്യാദർ ചെയ്തൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ഇത്രയും സാധനം നമ്മൾ മറ്റേ പുറത്തുനിന്ന് എടുത്തോളം സാധനം എന്ന് വെച്ചാൽ നമുക്കിത് വെച്ചിട്ട് കുറച്ച് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. നമ്മുടെ വർക്ക് പെട്ടി നമുക്ക് എടുക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് നെതറിലോട്ട് പോകണം ഗൈസ്. നെതറിലോട്ട് പോയിട്ടേ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എനിക്ക് കുറച്ച് കോട്ട്സ് എടുക്കണം ഗൈസ്. കോട്ട്സ് വേണം നമുക്കൊരു സംഭവം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, കോട്ട്സും വേണം, നമുക്ക് കുറച്ച് റെഡ് സ്റ്റോണും വേണം. റെഡ് സ്റ്റോൺ പരമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാർമാണ് എടുക്കേണ്ടത്. നമുക്ക് ആദ്യം ഷുഗർ കെയിൻ എടുക്കാം അല്ലേ? ഷുഗർ കെയിൻ പോട്ടെ, പക്ഷേ റെഡ് സ്റ്റോൺ എടുക്കാം. നമുക്ക് റെഡ് സ്റ്റോൺ എടുക്കാനായിട്ട് നമ്മുടെ മോബ് ഫാർമിലോട്ട് പോകണം. ഇതെന്താണ് ചേട്ടാ? എന്ത്? ഓ, ഇതെന്തിരിത്? ഓക്കെ, ശരി. നമുക്ക് നമ്മുടെ മോബ് ഫാർമ് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ്. ആദ്യം നമുക്ക് മോബ് ഫാർമിലോട്ട് പോയിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ എടുക്കാം. നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്നലെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അത് വീഡിയോ ഒന്നാമത്തെ കൊടുക്കത്തിൽ ലെങ്ത് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടി കാണിച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഗാസ്റ്റ് എവിടെ പോയാ ഇതിലോട്ടെ. ഈ ഗാസ് നമ്മുടെ സോൾസാൻ്റെ വാലിയിലാണ് ഈ പോർട്ടൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാത്ത കഷ്ടമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാസ്റ്റും കഷ്ടകാലത്തിൽ ഇവിടെ തന്നെ അത് വരുകയും ചെയ്ത് ഗാസ്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര പണിയാണ്. എൻ്റെ പൊന്നി 2 എണ്ണം നോക്കിയാൽ. ഓ, ഇവന്മാർ വന്നാൽ ചാവും ഉറപ്പാ. കൊല്ലി. ഓക്കെ, അതെ, അത് പോയിട്ടുണ്ട്. ഇത് ഇതെന്താ ഒറ്റടിക്കാവേണ്ടതാണല്ലോ. അത് പറ്റി. ഒരടി കൊണ്ട് ചത്തിട്ടുണ്ട്. പെട്ടെന്ന് പോട്ടെ. ഇവന്മാർ ചത്ത അപ്പം തന്നെ സ്പോണാവും ചെയ്യും. ഗൺ പൗഡറൊക്കെ കയ്യിൽ ചെയ്യും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് റോക്കറ്റ് ഉപയോഗിച്ച് പോവാം. എന്നാലും കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പ് വഴി തന്നെ പോകാമെന്ന് വിചാരിക്കും. അയ്യോ ഇവന്മാർ ഇപ്പം എന്തെങ്കിലും ആട്ടെ. ഓക്കെ, സോ ഗായ്സ്, നമ്മളങ്ങനെ പോർട്ടലിൻ്റെ അകത്തോട്ട് ഇതൊന്നും സ്ട്രോങ് കൊണ്ടില്ല. അല്ല ഇവിടെ തന്നെ എത്തിയത്. നമ്മളിവിടെ പോർട്ടൽ ഇങ്ങനെ ബ്രിക്സ് വെച്ച് ഉണ്ടാക്കിയ സ്ട്രോങ് കൊണ്ടല്ലോ തോന്നി. ഈ സ്ട്രോങ് കൊണ്ടിൽ നമ്മളൊരു പോർട്ടൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവർ അത്യാവശ്യം നല്ല ഡ്രോപ്പൊക്കെ വന്നിട്ട് എക്സ്പി. ഓക്കെ, ഇത്ര നിറയാറായിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല ബോളും കിട്ടുന്നുണ്ട്. നമുക്ക് ഗൺ പൗഡറും കിട്ടുന്നുണ്ട്. ഗൺ പൗഡർ കുറച്ച് നമുക്ക് എടുത്തേക്കാം, കയ്യിലോട്ട് ഒരു ചാക്ക് എടുത്തേക്കാം. പിന്നെ നമ്മുടെ റെഡ് സ്റ്റോൺ എടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയാൽ നമുക്ക് പോർട്ടൽ വഴി തന്നെ പോവാം. നമ്മളിവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ഇതിന് സ്ഥലത്തിൽ ഈ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഡയറക്ഷൻ അറിയത്തില്ലല്ലോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഉമ്മര് താഴെ നോക്കി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പണിയൊന്നും കിട്ടുന്നൊന്നുമില്ല, വെള്ളത്തിലൂടെയാണ് വീഴുന്നത്. എന്നാലും എനിക്ക് വൈകി കഴിഞ്ഞാൽ അവിടെ നിന്ന് പറന്ന് വരാം. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, ഈ ലോഡിങ് സ്ക്രീൻ ഒന്ന് പെട്ടെന്ന് അവർക്കൊന്ന് ആക്കി തരാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത്രയും വർഷം കഴിഞ്ഞു, അടുത്ത വർഷം 22. അതിലെങ്കിൽ ഇവരൊന്ന് ലോഡിങ് സ്ക്രീൻ മാറ്റി തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. അയ്യോ, ഇവിടെ തീ ഉണ്ടായിരുന്നു. ചേടാ, തീ പിടിച്ച് പെട്ടെന്ന് ഗ്യാസ് വരുന്നതിന്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടലിലോട്ട് ലാൻഡ് ചെയ്യാൻ. അയ്യോ, നമുക്ക് ഇങ്ങനെ പോവാം. പോർട്ടലിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റി. പറ്റും. എത്തി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം. ഓക്കെ, ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ആവശ്യ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇടക്കിടക്ക് പെട്ടെന്ന് ലോഡാവത്തില്ല. അതാണ് ഇപ്പോഴത്തെ വിഷയം. നമ്മുടെ വർക്ക് പെട്ടി വെച്ചിട്ട് നമുക്ക് സാൻഡ് ഈ റെഡ് സ്റ്റോൺ ചേർത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് മേളിലോട്ട് പോകണം. മേളിലോട്ട് പോയിട്ട് കുറച്ച് സംഭവങ്ങൾ എടുത്തുകൊണ്ട് വരാനുണ്ട്. ചേട്ടാ തുറക്ക്. പിന്നെ നമുക്ക് കമ്പാരിറ്റർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കണം ഗൈസ്. ഇതൊക്കെ റിപ്പീറ്റഡ് കമ്പാരിറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ റെസിപ്പി എനിക്കറിയത്തില്ല. അതിൽ എത്രത്തോളം റെഡ് സ്റ്റോൺ വേണമെന്നും അറിയത്തില്ല. അത് നമുക്ക് നോക്കണം. റെഡ് സ്റ്റോൺ അല്ലല്ല, റിപ്പീറ്റർ. ക്രാഫ്റ്റ്. ഓക്കെ, റിപ്പീറ്റർ ഉണ്ടാക്കുക. ഇത്രയും വേണ്ടുള്ള. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനം തന്നെ. ടോർച്ച് ഇല്ലല്ലേ? ഈ കമ്പാരിറ്റർ. അയ്യോ, ഞാൻ അതിനല്ലേ കോട്ട്സും കൂടി എടുക്കാനല്ലേ പോയത്. ഓ, മണ്ടത്തിനെ കാണിച്ച്. ശരി, എൻ്റെ പെട്ടിയിലും കോട്ട്സ് കാണത്തില്ല. പെട്ടിയിൽ വാല്യുബിൾ ടെസ്റ്റ് നോക്കട്ടെ, ഇവിടെ തന്നെ കാണുമോ? ഓക്കെ, എവിടെയാണെങ്കിൽ റെഡ് സ്റ്റോണും ഇല്ലല്ലേ? വേറെ റെഡ് സ്റ്റോണൊന്നും കാണുന്നില്ല. എൻ്റെ പെട്ടിയിൽ റെഡ് സ്റ്റോൺ ഉണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചത്. അയ്യോ, മൊയ് ചേടാ, നമുക്കിതിൽ ഈ ടോർച്ച് എടുത്തേക്കും ഗൈസ്. റെഡ് സ്റ്റോൺ ഇല്ല. ഞാൻ പെട്ടിയിൽ കുറച്ച് റെഡ് സ്റ്റോൺ കാണുമെന്നാണ് വിചാരിച്ചത്. അപ്പം കുഴപ്പമില്ല. തൽക്കാലം ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇതിനകത്ത് തന്നെ ഒന്നും കാണത്തില്ല. തന്നെ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം.
എന്തായാലും ഇതിനകത്ത് ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും തൽക്കാലം ഈ റെസ്റ്റോറൻറ്റ് തന്നെ മതി. ഇതൊന്നും റെസ്റ്റോറൻറ്റ് തന്നെ മതി എന്ന് തോന്നുന്നു. കാർപ്പറ്റ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. ഇത്ര നേരം മതിയും തോന്നുന്നു, അറിയത്തില്ല. നമ്മുടെ കയ്യിൽ 6 റെസ്റ്റോറൻറ്റേ ഉള്ളൂ. എല്ലാത്തിനും ഒരേ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് മതി. കമ്പാരിറ്ററിന് റെസ്റ്റോറൻറ്റ് വേണ്ട. പിന്നെ അവിടെ കുറച്ച് ടോർച്ചും ഉണ്ട്, അപ്പോൾ റെസ്റ്റോറൻറ്റ് അളവ് കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലാക്ക് ശർക്കര എടുത്തിട്ടേ നമുക്ക് മേലോട്ട് പോവാം. ഉള്ള റിപ്പീറ്റർ ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് കമ്പാരിറ്റർ ഉണ്ടാക്കാം ഗൈസ്. ഇതിലാണെങ്കിൽ ഓട്സും ഇല്ല. പക്ഷേ ഞാൻ ഓട്സ് എടുക്കാനും കൂടിയാണ് പോയത്, പക്ഷേ റെസ്റ്റോറൻറ്റ് മാത്രം എടുത്തുകൊണ്ട് വന്ന്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഓക്കെ റിപ്പീറ്റർ ഇവിടെ കയറിക്കേ. ഓക്കെ, ഒരു സാധനം കൂടി എടുക്കാനുണ്ട്. നമ്മുടെ ഗ്ലാസ് നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ, ഇതിനകത്തല്ലേ നമുക്ക് ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റില്ല, അത് വെക്കാം. ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യമൊന്നും പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് ഒരു സ്റ്റാക്ക് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റർ ഉണ്ടാക്കാം. റിപ്പീറ്റർ ഇതെടുത്തില്ലല്ലേ, റെസ്റ്റോൺ. ഓക്കെ, റെസ്റ്റോൺ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അയ്യോ ചേടാ. ഓക്കെ, ഇനി നമുക്കിത് ഇതിവിടെ വെക്കാം. എന്നിട്ട് റിപ്പീറ്റർ അടിച്ചു കൊടുക്കാം. ഓക്കെ വന്നിട്ടുണ്ട്. 6 ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തൽക്കാലം ഒരെണ്ണം മതി. ഇനിയിപ്പോൾ നമുക്ക് കമ്പാരിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോട്സ് എടുക്കാൻ പോകണം. കോട്സ് എടുക്കാൻ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, കോട്സ് എടുത്തിട്ട് നിങ്ങൾ കാണിക്കാം. ഓക്കെ, ആവശ്യത്തിലുള്ള കോട്സ് ഇട്ടിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ പോർട്ടലിലോട്ട് കയറണം. ഇവിടെ നമുക്ക് പെട്ടെന്നൊരു ടണൽ ഉണ്ടാക്കണം ഗൈസ്. ടണലില്ലെങ്കിൽ വല്ലാത്ത ശല്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൂവ് ഫോർമറ്റിലുള്ള ആ ഒരു പോർട്ടലിൻ്റെ അവിടെ ടണൽ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഈ ഗാസ്റ്റ് കാരണം അയ്യോ ഇതിനമ്പഴേ പോകാൻ പറ്റത്തില്ലേ, ഇതിനമ്പഴേ പോകാൻ പറ്റും. ഇതിനമ്പഴേ പോകാം. ഗാസ്റ്റ് കാരണം വല്ലാത്ത ശല്യമാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ടണൽ ഉണ്ടാക്കുന്നതായിരിക്കും. വീഡിയോ സെറ്റ് ചെയ്യാൻ പോകുന്നത് മാക്സിമം ഞാൻ നോക്കാം, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഓക്കെ, സ്കൂൾ അവധി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ശനി ഞായർ മാക്സിമം ഞാൻ വീഡിയോ ശ്രമിക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത കമ്പാരിറ്റർ ഒരെണ്ണം ഉണ്ടാക്കിയേക്കാം. നമ്മുടെ റെഡ് സ്റ്റോൺ പരമായ കാര്യങ്ങളിൽ ഇത്രയും തന്നെ മതി നമുക്ക്. കമ്പാരിറ്റർ, റിപ്പീറ്റർ, പിന്നെ ഇത് കോട്സ് കുറച്ച് ഇരിക്കട്ടെ. വല്ല ആവശ്യം വരുവാണെങ്കിൽ ഗൈസ് നമുക്ക് കുറച്ച് ബ്രിക്സ് ഉണ്ടാക്കാനാണ് ഗൈസ്. നമ്മുടെ സ്റ്റോൺ ബ്രിക്സൊക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ, സ്റ്റോൺ ബ്രിക്സ് ബ്രിങ്ങില്ല, ബ്രിക്സ് ചേട്ടാ. ബ്രിക്സ് എത്ര ഉണ്ടാക്കാൻ പറ്റും? 56 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എത്ര നേരം മതിയെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഫാർം ചെയ്യാൻ എനിക്ക് നമ്മുടെ സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ബ്ലോക്ക് എടുത്തത്. ഞാൻ കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം, അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് സ്ലാബ് വേണം. ഓക്കെ, ഇത്ര തന്നെ മതി. നമുക്ക് എന്തായാലും നമ്മുടെ ഇതെടുത്തിനകത്ത് വെച്ചേക്കാം. ഓക്കെ, കുറച്ച് റെഡ് സ്റ്റോൺ, പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് കയ്യിലിരിക്കുന്ന ചവറൊക്കെ മീൻസ് കയ്യിലിരിക്കുന്ന ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ഈ ചവർ വെട്ടിയിൽ അയ്യോ എൻ്റെ കയ്യിൽ കോട്സ് ഉണ്ടായിരുന്ന. പക്ഷേ വെറുതെ മൈനിങ്ങിനായ കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇനിയും കമ്പാരിറ്റർ ഉണ്ടാക്കാനൊക്കെ ആവശ്യം വരില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കയ്യിലിരിക്കുന്ന ഗൺ പൗഡർ ഇവിടെ പറ്റത്തില്ല, മേളിലിരിക്കുന്ന നോക്കട്ടെ. ഓക്കെ, ഇവിടെ പറ്റി, ഇവിടെ കൊണ്ട് വെച്ചേക്കാം. ഇതെടുത്ത് മേളിൽ വെക്കും. ഒരു സെക്കൻഡ് മതി നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് മേളിലോട്ട് പോകണം. എന്തായാലും കിടന്ന് ഉറങ്ങിയേക്കാം. നല്ലൊരു കാര്യത്തിൽ പോകുമ്പോഴത്തേക്കും രാവിലെ ആയിട്ട് പോകണം, അല്ലെങ്കിൽ രാത്രി പോയി കഴിഞ്ഞാൽ പിന്നെ ബോക്സൊക്കെ അടിച്ച് പോലും തന്നെ. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്കെന്തായാലും ഒരു സാധനം ഉണ്ടാക്കണം. കയ്യിലുണ്ടെന്ന് അറിയത്തില്ല, ഒരു ഹോപ്പർ വേണം. ഒരു ഹോപ്പറിന് മതിയെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാസ് എടുത്തേ. ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോപ്പർ ഈ പെട്ടിയിലല്ല, നമ്മുടെ അയൺ പെട്ടി ചവറ. ഓക്കെ, ചവർ പെട്ടി പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു, അറിയാൻ എന്തോ എടുത്ത് വെച്ചതാണ്. നമുക്ക് കുറച്ച് വുഡില്ലല്ലേ, വുഡ് ഉണ്ടായാലും നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും തികയത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ സ്പ്രൂസ് ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായത്, വളർന്നാന്ന് അറിയത്തില്ല. സ്പ്രൂസ് എൻ്റെ വില്ലേജ്, ഇവിടെ വീടിൻ്റെ അടുത്തൊരു വില്ലേജ് നിങ്ങൾ കണ്ട്. ഓക്കെ, ഇത് ഓ ആരങ്ങോട്ട് എൻ്റെ കയ്യിലോട്ട് ചവറ് വരുന്ന വല്ലാത്ത കഷ്ടമാണ്. ഇവിടെ വളർന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമുക്ക് വെട്ടിയെടുത്തേക്കാം. ഞാൻ അവിടെ നിന്ന് പോയി ഒരു സ്പ്രൂസ് ആപ്പിളിങ് കൊണ്ടുവന്നതാണ്. സ്പ്രൂസ് നല്ലൊരു വുഡാണ് കേസ്, നമുക്ക് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വുഡാണ്. ഓക്കെ, പെട്ടെന്ന് വെട്ടി തീർന്നു. ഓക്കെ, നാല് ഇത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരം കിട്ടുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഈ സ്പ്രൂസ് മരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മെക്കാനിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഓക്കല്ലല്ല സ്പ്രൂസ് പ്ലാങ്ക്സ് ആക്കിയേക്കാം. ഓക്കെ, 20 കിട്ടിയിട്ട് ഇത് തന്നെ മതി നമുക്കൊരു ജസ്റ്റും ഉണ്ടാക്കാൻ. ഓക്കെ, ഞാൻ റീസോഴ്സൊക്കെ ഓർത്ത് വെച്ച് പറയുന്നത് ചിലപ്പോൾ 2-3 മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണേ. എന്നാലും നമുക്ക് അടിയിലോട്ട് പോയിട്ട് ഈ ഗ്ലാസ് എത്രയും ഓക്കെ, ഗ്ലാസ് ഇതും കൂടി എടുത്തേക്കാം. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഓക്കെ, മുകളിലോട്ട് പോവാം. ഇനി നമുക്ക് ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഗ്ലാസ് എടുത്ത് വെച്ചേക്കാം. ഗ്ലാസ് വെക്കല്ലേ, ഗ്ലാസ് പെയിൻ ആക്കാനുണ്ട്. ഓക്കെ, ഗ്ലാസ് പെയിൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഈ ഹോപ്പറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഓക്കെ, 2 ഡബിൾ ചെസ്റ്റ് വേണം. ഒരു ഡബിൾ ചെസ്റ്റ് വേണം. എന്നിട്ട് നമുക്ക് ബാരൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബാരലിന് സ്ലാബ് പോരെ, സ്ലാബ് ഉണ്ടാക്കിയത്. സ്ലാബ് ഉണ്ടല്ലോ, സ്ലാബും സ്റ്റിക്കും വേണം. സ്റ്റിക്ക് വേണം ഉണ്ടാക്കാം. 2 നമ്മുടെ കയ്യിലുണ്ട്. 2 ബാരൽ വേണമെന്ന് തോന്നുന്നില്ലേ, ഒരെണ്ണം മതിയല്ലോ.
ഒരെണ്ണം വേണ്ട, നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കി അല്ലെങ്കിൽ വേണ്ട, ഒരെണ്ണം പോരെ. ഒരെണ്ണം മതിയെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. മറ്റേ ഇത് പിന്നെ പക്ഷെ നമുക്കൊരു പിസ്റ്റൺ ഉണ്ടാക്കണം. നമുക്ക് മറ്റേ ബാലിൽ മറ്റേ ഷുഗർ കെയിൻ ഇങ്ങനെ ഫാർം ചെയ്ത് വരുമ്പോൾ ഇടാൻ മാത്രം മതിയെന്ന് തോന്നുന്നു. നമുക്കിതിൽ പിസ്റ്റൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോസ്റ്ററാണല്ലോ, പക്ഷേ പിസ്റ്റൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതെന്താ പിസ്റ്റൺ വരുന്നില്ലല്ലോ. പിക്കാക്സ് എന്നുള്ള വരുന്നത് അതെന്താണ്? ഓളെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യട്ടെ, ഇതിൻ്റെ റെസിപ്പി ഞാൻ നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്നും അറിയത്തില്ല. ഞാൻ അതിൻ്റെ റെസിപ്പി നോക്കി നോക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ നോക്കിയിട്ട് അതിന് കുറച്ച് വുഡ്, പിന്നെ കുറച്ച് സ്റ്റോൺ അല്ലല്ല, സ്റ്റോണും വേണം. പിന്നെ നമുക്ക് നമ്മുടെ ഇതും വേണം, മറ്റേ എന്തായാലും സ്ഥലത്തിൻ്റെ പേര് ഇത്, അയ്യോ ഇതിലായിരുന്നു, താഴെയാണെന്ന് തോന്നുന്നിരിക്കുന്നത്. അയൺ വേണം. മറ്റേ അവിടെ ബാരലത്തെ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് അയൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ട്രേഡ് ചെയ്തപ്പോൾ വെറുതെ ഒന്ന് സ്ട്രിങ് കയറി. എന്തായാലും നമുക്ക് ഒരെണ്ണം മതി, ഒരു പിസ്റ്റൺ മതി. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കാം. ഒരു ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് സ്ട്രിങ് കൂടെ എടുത്ത് വെച്ചേക്കാം, എനിക്ക് വെയിന് മേളിൽ കൊണ്ട് വെക്കാൻ. എന്തായാലും മേളിൽ പോയിട്ട് എൻ്റെ ആൻവിൽ ഡാമേജ് ആയോ? ഡാമേജ്ഡ് ആൻവിലാണല്ലോ ഇത്. അയ്യോ, ഇത് ഇപ്പം മൈൻക്രാഫ്റ്റ് വിഷയമുണ്ട്, തൊട്ടാൽ പൊട്ടും, അതാ വിഷയം. ഓക്കെ, ഈ എൻ്റെ ആൻവിൽ എങ്ങനെ ഡാമേജ് ആയോ? ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇതിലോട്ട് ഒരു മുകളിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല. നമുക്കൊരു റെസ്റ്റോറൻറ്റ് കൂടി എടുത്തേക്കാം. റെസ്റ്റോറൻറ്റ് വേണം ഇതിന്. പിസ്റ്റൺ, അയ്യോ ഗോബിൾ സ്റ്റോൺ എടുത്തില്ല. ഗോബിൾ സ്റ്റോൺ ഓക്കെ, ഗോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളോട്ട് കയറാം. എവിടെയും പിസ്റ്റൺ കാണിക്കുന്നില്ലല്ലോ. ഇവിടെ പിസ്റ്റൺ കാണിക്കുന്നില്ല, പക്ഷേ എന്താ അറിയത്തില്ല. ചിലപ്പോൾ എനിക്കൊന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്, എന്നിട്ട് കാണിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഗോബിൾ സ്റ്റോൺ മുകളിൽ വെക്കണം. ഇങ്ങനെ 3 വരിയിലും വെക്കണം. ഇങ്ങനെ 3 വരിയും വെച്ച് ഇനി സ്ലാബല്ല, നമുക്കിത് ഇങ്ങനെ വെക്കണം. ഇതിവിടെയും ഇതിവിടെ ഇവിടെ. ഇനി റെഡ് സ്റ്റോണും അയണും കൂടി ഇങ്ങനെ വെച്ചാൽ ഇത് വരും. വരേണ്ടതാണല്ലേ. നമുക്ക് ഈ ഗോബിൾ സ്റ്റോൺ മാറ്റിയിട്ട് ഇവിടെ വുഡ് വെച്ചോക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഒന്നല്ല, ഇങ്ങനെയാണെങ്കിലോ ഇതിങ്ങനെ ഇച്ചിരി കുറച്ചിട്ട് ഇവിടെ വന്നു ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, സോറി, ഞാൻ മറന്നുപോയി. നമുക്ക് ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി സംഭവം. അയ്യോ, നമുക്ക് ഒരു പിസ്റ്റൺ കൂടി വേണം ഗൈസ്. എടാ ഇതെന്ത്? ഓക്കെ, നമുക്ക് അയൺ എടുത്തിട്ട് വരാം. ഒരു പിസ്റ്റൺ കൂടി വേണം. ഒരു പിസ്റ്റൺ വേണമെങ്കിൽ ഒരു അയൺ കൂടി വേണം. അയണിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഫാർം ചെറുതായിട്ട് എഫിഷ്യൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് മെഗാ അയൺ ഫാം ഉണ്ടാക്കണം. നമുക്കൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഇച്ചിരി ഒരു 10 മിനിറ്റ് ഇരുന്നാലും നമുക്കൊരു 2-3 സ്റ്റാക്കൊക്കെ കിട്ടത്തുള്ളൂ. അതല്ലേ, നമുക്ക് 10 മിനിറ്റ് ഇരുന്ന് 5 സ്റ്റാക്ക് കിട്ടണം. അങ്ങനത്തെ ഒരു അയൺ ഫാം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാക്കും. ഇതിൽ കളിച്ചേക്കാം. ഇനി മുകളിൽ കയറിയിട്ട് നമ്മുടെ ലാസ്റ്റ് ഐറ്റം കൂടി വെച്ചിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. നമ്മൾ പറന്ന് തന്നെ നമ്മുടെ ഇതിലെത്തിയിട്ടുണ്ട്, നമ്മുടെ മോ ഫാർമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഗൈസ് ഇവിടെ മറ്റേ സ്കെൽട്ടണി ഇവന്മാരെക്കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ സ്പോണാവുന്ന ക്രീപ്പറാണ് ഗൈസ്. അതെന്തായാലും എനിക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇന്നലെ ഞാൻ തന്ന ലിങ്കിൽ കയറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, മറ്റേ ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്രീപ്പറാണോ അതോ സോംബിയാണോ? പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രീപ്പറാണ്. എന്നാലും കിട്ടുന്നൊക്കെയുണ്ട് മറ്റേ സ്കെൽട്ടൻ്റെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ക്രീപ്പറാണ് കിട്ടുന്നത്. നമുക്ക് ഇവന്മാരെ കൊന്നേക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കണം. ഓക്കെ, അപ്പോൾ ഇത് വലുതാക്കിയിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മളിത് ഈ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ സ്റ്റെയർ കേസ് ആദ്യം നമ്മളിങ്ങനെ വെക്കണം. അയ്യോ, തിരിഞ്ഞു പോയിട്ട് ഇങ്ങനെയല്ല, നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങോട്ടാണ് ഫാർം വരുന്നത്, അപ്പോൾ അത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെയാണോ തോന്നുക? ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഡിസ്പെൻസർ എവിടെ? ഡിസ്പെൻസർ ഞാൻ രണ്ടാമത് പോയി എടുത്തതാണ്. കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ഡിസ്പെൻസർ, വാട്ടർ ബക്കറ്റ്, സ്റ്റെയർ അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. ഇനി ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ പിസ്റ്റൺ എടുത്തിട്ട് 2 പിസ്റ്റൺ എടുത്തിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ മുകളിലോട്ട് 2 ഇങ്ങനെ വെച്ചെടുക്കും. ഇത് കറക്റ്റ് പൊസിഷനാണല്ലേ? കറക്റ്റ് പൊസിഷനാണെന്ന് എൻ്റെ വിശ്വാസം. നമുക്ക് ഇങ്ങനെ ചാടി ഓക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഓക്കെ പ്ലീസ്, അങ്ങനെ നമ്മുടെ കുറച്ചൊരു ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കണം പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയൊക്കെ ഇവിടെയാണ് വരുന്നത്. ഞാൻ വീഡിയോയിൽ ഒന്നുകൂടി നോക്കിയിരുന്നു ആ ട്യൂട്ടോറിയലിൽ. അപ്പോൾ റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കി കൊടുക്കാം. നമ്മൾ ഈ മറ്റേ ഓവർ വേൾഡ് എന്ന് വെച്ചാൽ ഈ ഗ്രാസിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഇത്ര വലിയ കാണത്തില്ല. കാരണം നമ്മളിവിടെ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ 2 കൂടി ഒരു സ്ഥലത്തൊന്നും എടുത്താൽ പോലെ. നമുക്ക് 2 കൂടി 2 സ്ഥലത്തൊന്നും എടുക്കണ്ടല്ലോ. അതാണ് ഇവിടെ ഉണ്ടാക്കാൻ കാരണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെ നിന്ന് കുഴിക്കും? ഇതിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുഴിക്കേണ്ടത്. ഒരു മിനിറ്റ്, ഈ ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ടോർച്ച് എടുക്കാം. ഈ റെഡ് സ്റ്റോൺ ടോർച്ച്. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് ഇതെന്താ
ഇവിടെ അല്ല തെറ്റിപ്പോയി. എനിക്കിത് ഇവിടെ ബ്ലോക്ക് വെച്ചിട്ടാണ് വെക്കാൻ. പക്ഷേ ഈ റെഡ്സ്റ്റോൺ ടോർച്ച് ഓക്കെ, ഈ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ വെക്കണം. അപ്പോൾ ഇത് ട്രിഗറാവും. ഒരു ബ്ലോക്ക് കൂടി ഇവിടെ വെച്ച് കൊടുത്താൽ അതും ട്രിഗറാവും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് മാറ്റി അയ്യോ കുറച്ചും കൂടി ഒന്ന് പ്ലാറ്റ്ഫോം വലുതാക്കേണ്ടി വരും. എനിക്കിത് പൊളിച്ചിട്ട് ഒന്ന് വലുതാക്കിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കുന്ന രീതി ഒരു ടൈം ലാപ്സ് ആണ് ഗൈസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ ബോറടിപ്പിക്കുന്നില്ല, അതെനിക്ക് നല്ലത്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ടൈം ലാപ്സ് എടുക്കുക. സോ ഈ നമ്മളങ്ങനെ ഫാർമിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാർം ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഫാർമാണ്. നമുക്ക് വേണമെങ്കിൽ തട്ടിക്കൂട്ടി നമുക്ക് ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഫാർം. നമ്മൾ കുറച്ചും കൂടി പൊസിഷൻ എന്നൊക്കെ ഒന്ന് റെസ്റ്റോറൻറ്റ് പരിപാടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഡെക്കറേഷൻ്റെ പരിപാടി ആയതുകൊണ്ടാണ് നമ്മളിത് ഈ കുറച്ച് ഡൈ ഒക്കെ ഒപ്പിച്ച് നമ്മളിത് ഈ ഒരു ഗ്രേ ഡൈയും നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഗൺ പൗഡറിൻ്റെ റെഫറൻസ് ആയിട്ടും പച്ച ഡൈ ഷുഗർ കെയിൻ്റെ റെഫറൻസ് ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അടുത്തൊക്കെ വെച്ച് അത് തന്നെ. സോ നമുക്കെന്തായാലും അത്യാവശ്യം തന്നെ ഡ്രോപ്പ് വരുന്നു. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചേ ഒരു 30 ബോൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം ഒന്ന് ബോണാക്കിയിട്ട് ഇച്ചിടട്ടെ. ഓക്കെ ഇത്ര ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ബോൾ എടുത്തിട്ട് മൊത്തം ബോൺ വീലാക്കട്ടെ. ഇത്രയും ബോൺ വീടിട്ടുണ്ട് നമുക്കിത് ഈ ബോൺ. പിന്നെ നമ്മൾ ഈ റെഡ് സ്റ്റോണിൻ്റെ അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ലിവർ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഈ ബോൺ വീൽ ഇതിനകത്ത് ഇടുമ്പോഴുണ്ടല്ലോ ഇത് തീരുന്ന വരെ ഇത് അടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഈ ലിവർ റെസ്റ്റോറൻറ്റ് ഇവിടെ ലിവർ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും ചെയ്യും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നോക്കിക്കോ. ഇപ്പോഴും ഇത് വർക്കാവുന്നുണ്ട്. നമുക്ക് ആ റെഡ് സ്റ്റോൺ നിങ്ങൾക്ക് ത്രൂ ഔട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് സ്റ്റോൺ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഇവിടെ ലിവർ വെച്ചാൽ അത് വർക്ക് ആയിക്കോളും. നമുക്ക് എന്തായാലും ഓഫ് ആക്കിയിട്ട് ഈ ബോൺ വീൽ ഇട്ട് എടുത്തിടാം. നമ്മളിത് ഇവിടെ ഐറ്റം ഫ്രെയിമൊക്കെ അറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്കറിയാം. എന്നാലും ഞാൻ അതിനകത്ത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ആ ലൈറ്റിന് ഇതൊക്കെ ലൈറ്റിന് ഇത് വെച്ചാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്കിത് ഇത്രയും വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ 2 സ്റ്റാക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഫാർമിൽ നിന്ന് ഇത്ര ഇങ്ങനെ ഓണാക്കി നമുക്ക് 2 സ്റ്റാക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് ആ മറ്റേ ബോൺ വീൽ നമ്മൾ 2 സ്റ്റാക്ക് വെക്കണം. അങ്ങനെ വെക്കാം, നിങ്ങൾക്ക് ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ നമുക്കിത് ഒരു സ്റ്റാക്ക് ആക്കിയിട്ട് നിങ്ങൾ കാണിക്കാം. ഒരു സ്റ്റാക്ക് ആട്ടെ. ഇതൊരു 1 സ്റ്റാക്ക് ഇപ്പം തന്നെ ആവുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിവർ വെക്കാൻ, എനിക്ക് ലിവർ വെക്കേണ്ട ആവശ്യമുള്ളതാണ് ലിവർ വെച്ച് നോക്കി. ഇപ്പം തന്നെ 1 സ്റ്റാക്ക് ആവും, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ബോൺ വീൽ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെയിൻലി ഈ ബോൺ വീൽ ഫാർം ഉണ്ടാക്കി. നമുക്ക് ഇത് ഓഫ് ചെയ്തേക്കും. ഇപ്പം തന്നെ 1 സ്റ്റാക്കായി കാണും. എത്ര നോക്കട്ടെ എത്ര അടുത്ത 1 സ്റ്റാക്കും 18 10 കണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ളവന്മാരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.